വായനാശീലമൊക്കെ പൊടി തട്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? പക്ഷേ ഏതെങ്കിലും ഒരു പുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ ഉറക്കം വരും അല്ലേ, ബോറടിക്കും. തുടക്കക്കാരാണെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകത്തിൽ ഒരുപാട് ശ്രദ്ധ കൊടുക്കണം. വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവുകയും അതുപോലെ തന്നെ ആ കഥയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന പുസ്തകങ്ങളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത്തരത്തിലുള്ള 2 പുസ്തകങ്ങളാണ്. ബെന്യാമിൻ്റെ ട്വിൻ നോവൽസ് എന്നറിയപ്പെടുന്ന 2 പുസ്തകങ്ങൾ. ഏതൊക്കെയാണ്? ഒന്ന് മുല്ലപ്പൂ നിറമുള്ള പകലുകൾ, 2 അൽ അറേബ്യൻ നോവൽ ഫാക്ടറി. എനിക്കൊരു സ്വഭാവമുണ്ട്, നിങ്ങൾക്കും ചിലപ്പോൾ ആ സ്വഭാവം ഉണ്ടാവും. എനിക്കൊരു പുസ്തകം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പുസ്തകം എഴുതിയ ഓഥറിനെയും എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാൻ വായിക്കാൻ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യുമ്പം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട ബുക്കിൻ്റെ ഓഥറിൻ്റെ വേറെ പല ബുക്സും വായിക്കുക. അങ്ങനെയാണ് ബെന്യാമിൻ്റെ പല ബുക്സിലേക്കും ഞാൻ എത്തിപ്പെടുന്നത്. ബെന്യാമിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരുപാട് സാഹിത്യമൊക്കെ അടിച്ചു കയറ്റി നമ്മുടെ റീഡേഴ്സിനെ ഇങ്ങനെ തലകറക്കുന്ന ഒരു പരിപാടി ബെന്യാമിനില്ല. വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിൽ അതേപോലെ തന്നെ അദ്ദേഹം പകർത്തുന്ന ആശയങ്ങൾ നമ്മളെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളും അദ്ദേഹത്തിൻ്റെ എഴുത്തും ലോകപ്രസിദ്ധമായത്. അപ്പം ബെന്യാമിൻ എഴുതിയ മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകത്തിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? മുല്ലപ്പൂ നിറമുള്ള പകലുകൾ എന്ന പുസ്തകത്തിന് സാഹിത്യത്തിനുള്ള JCB പ്രൈസ് കിട്ടിയിട്ടുണ്ട്. JCB പ്രൈസ് എന്താണെന്ന് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഇന്ത്യയിലെ മോസ്റ്റ് വാല്യുബിൾ ലിറ്റററി അവാർഡ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ പ്രൈസ് മണി എത്രയാണെന്നറിയോ? 25 lakhs, 25 ലക്ഷം രൂപ. എന്താല്ലേ, ഒരു പുസ്തകമൊക്കെ എഴുതാൻ പോയാൽ മതിയായിരുന്നു തോന്നുന്നുണ്ടോ? ഈ കലാകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയൊക്കെ വർക്കിനെ നമുക്കൊരു പൈസ കൊണ്ട് അളക്കാൻ ഒരിക്കലും പറ്റില്ല. അവരുടെയൊക്കെ വർക്ക് പ്രൈസ്ലെസ് ആണ് അല്ലേ? ഈ ബുക്ക് സംസാരിക്കുന്നത് പാകിസ്ഥാനി പെൺകുട്ടിയായ സമീറ പർവീൻ എന്ന ഒരു റേഡിയോ ജോക്കീൻ്റെ കഥയാണ്. സമീറ പർവീൻ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്യുന്നത് അറബ് ദേശത്താണ്. അതായത് മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ എവിടെയോ ആണ് സമീറ വർക്ക് ചെയ്യുന്നത്. ഇതിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീറ വർക്ക് ചെയ്യുന്ന സ്ഥലം ഈ പുസ്തകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഈ കഥ നടക്കുന്നത് ഒരു പേരില്ലാത്തൊരു സിറ്റിയിലാണ്, അല്ലെങ്കിൽ പേരില്ലാത്തൊരു രാജ്യത്താണ്. ഈ കഥ അറബ് നാട്ടിൽ നടന്ന അറബ് സ്പ്രിംഗ് അല്ലെങ്കിൽ അറബ് വസന്തത്തിനെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. അറബ് വസന്തമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പൂക്കളും മലകളും ചെടികളും ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? എന്നാൽ ഇതൊന്നും അല്ല അറബ് വസന്തം. അറബ് വസന്തം എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങൾ ആ നാട്ടിലെ ഗവൺമെൻറ്റിനെതിരെ നടത്തിയ ആൻറ്റി ഗവൺമെൻറ് പ്രൊട്ടസ്റ്റുകളാണ്. തങ്ങൾക്ക് തങ്ങളുടേതായ ഒരു ജനാധിപത്യ രാഷ്ട്രം വേണമെന്ന് ആഗ്രഹിച്ച് അവിടുത്തെ ജനങ്ങൾ മുന്നോട്ട് വന്ന് നടത്തിയ ഒരു വിപ്ലവമാണ് അറബ് വസന്തം. ശരിക്കും ഈ ഒരു വിപ്ലവം തുടങ്ങാനൊരു കാരണമുണ്ട്. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ ക്രൂരത കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പോലീസിൻ്റെ ക്രൂരത കാരണം ഒരു സാധാരണ മനുഷ്യൻ ഒരു ഗവൺമെൻറ് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് സ്വയം തീ കൊളുത്തി മരിച്ചു. അവിടെ നിന്നായിരുന്നു ഈ അറബ് വസന്തത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വിപ്ലവത്തിൻ്റെ തുടക്കം. ആ കഥയൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് സമീറ പർവീണും അതുപോലെ അവളുടെ ക്ലോസ് ഫ്രണ്ടായ അലിയും. ഈ അറബ് വസന്തം അല്ലെങ്കിൽ ഈ ഒരു അറബ് വിപ്ലവം എങ്ങനെയാണ് ഇവരുടെ സൗഹൃദത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഈ പുസ്തകം പറയുന്നത്. ഇവരുടെ ജീവിതം എങ്ങനെയാണ് ഈ വിപ്ലവം മാറ്റിമറിക്കുന്നത് എന്ന് നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാം. ഈ പുസ്തകത്തിൽ തുടക്കം തൊട്ട് ഒരു ക്യൂരിയോസിറ്റി ഓഥർ തരുന്നുണ്ട്. ഓഥർ സമീറ പർവീൻ ആയിട്ട് തന്നെയാണ് ഈ കഥ പറയുന്നത്. അതായത് ഫസ്റ്റ് പേഴ്സണിലാണ് ഈ കഥ പറയുന്നത്. എന്താണ് ഈ ഫസ്റ്റ് പേഴ്സൺ? ഗ്രാമറിൽ പറയുന്ന ഒരു കാര്യമാണ്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഞാൻ. കഥ നമുക്ക് ഫസ്റ്റ് പേഴ്സണിൽ പറയാം. സെക്കൻഡ് പേഴ്സൺ എന്താണ്? യു, നീ, നിങ്ങൾ. ഇതൊക്കെ സെക്കൻഡ് പേഴ്സണാണ്. തേർഡ് പേഴ്സണോ? അവർ, അവൾ, അവൻ. ഇത് തേർഡ് പേഴ്സൺ. ഒരു കഥ എഴുതുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഫസ്റ്റ് പേഴ്സണിൽ എഴുതാം, അല്ലെങ്കിൽ തേർഡ് പേഴ്സണിൽ എഴുതാം. സെക്കൻഡ് പേഴ്സണിൽ നമുക്ക് കഥ എഴുതാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് കേട്ടോ. അപ്പോൾ സമീറ പർവീനായിട്ട് തന്നെയാണ് ഓഥർ കഥ പറയുന്നത്. ഈ കഥ സമീറ പറയുന്നത് ആരോടോ പറയുന്ന പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ജാവേദ് എന്ന് പറഞ്ഞൊരു വ്യക്തിയോടാണ് സമീറ കഥ പറയുന്നത്. അപ്പോൾ തുടക്കം തൊട്ടേ ആരാണ് ഈ ജാവേദ് എന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ റീഡേഴ്സിന് കിട്ടും. ആ ക്യൂരിയോസിറ്റിയിൽ തന്നെ നമ്മൾ ഈ പുസ്തകം മൊത്തം വായിച്ച് തീർക്കാൻ ശ്രമിക്കും. ഈ പുസ്തകത്തിലുള്ള 3 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കാര്യം, മനുഷ്യൻ എന്തിനാണ് മതത്തിൻ്റെ പേരിൽ ഇങ്ങനെ വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ട് കലഹിക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമുക്കറിയാം അറബ് ദേശത്തുള്ള പല രാജ്യങ്ങളും മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അവർ മതമല്ലേ, ഇനി എന്താണ് അവിടെ കലഹിക്കാനുള്ളത്? എന്താണ് ഇവിടെ മതത്തിൻ്റെ പേരിൽ പ്രശ്നമാക്കാനുള്ളത്?
പക്ഷേ നമ്മൾ അറിയേണ്ട സത്യം ആ രാജ്യത്തൊക്കെ മുസ്ലിംസിൽ തന്നെ 2 വിഭാഗക്കാരുണ്ടെന്നും, അതായത് സുന്നി വിഭാഗവും ഷിയ വിഭാഗവും. ഈ 2 ആൾക്കാരും പരസ്പരം മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലി ചാവുകയാണെന്നുള്ളൊരു കാര്യം ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ആ രാജ്യത്തെ ഷിയ വിഭാഗക്കാരെ 2ാം നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവരൊക്കെ അവിടെ ജനിക്കുകയാണെങ്കിലും ആ രാജ്യത്ത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നിഷേധത്തിലോ അല്ലെങ്കിൽ ഈ ഒരു തഴയലിലോ ആയിരിക്കാം ചിലപ്പോൾ പല തീവ്രവാദികളും ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. മനുഷ്യരെയൊക്കെ ഒരുപോലെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീവ്രവാദമോ അല്ലെങ്കിൽ മനുഷ്യ ബോംബുകളോ ഉണ്ടാവില്ല എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ പുസ്തകം. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, വിദ്യാഭ്യാസം കൊടുക്കുമ്പം ഒരു തരത്തിൽ നമ്മൾ വിവേചനം കാണിക്കാണ്ട് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സമൂഹത്തിനെ നമുക്ക് കെട്ടിപ്പടുത്തിക്കൂടെ? ഈ കഥയിലെ അലി എന്ന ക്യാരക്ടർ 2ാം നമ്പറാണ്. അതായത് ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അലി. അപ്പോൾ നമുക്ക് അലീൻ്റെ സൈഡിൽ നിന്നുള്ള കഥകളും അതുപോലെ തന്നെ സമീറേൻ്റെ സൈഡിൽ നിന്നുള്ള കഥകളും അതേപോലെ സുന്നി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആംഗിളിൽ നിന്നും പലതും പറഞ്ഞുകൊണ്ട് നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയാണ് ബെന്യാമിൻ. ഇനി രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞല്ലോ സമീറ പർവീൻ എന്ന് പറയുന്നത് ഒരു റേഡിയോ ജോക്കിയാണ്. അവിടുത്തെ ഒരു റേഡിയോ സ്റ്റേഷനിലാണ് അവൾ വർക്ക് ചെയ്യുന്നത്. ആ റേഡിയോ സ്റ്റേഷനിൽ ഒരു മലയാളി ഗ്യാങ് ഉണ്ട്. സമീറ ഒരു പാകിസ്ഥാനി പെൺകുട്ടിയാണെന്ന് ഓർക്കണം. പാകിസ്ഥാനി പെൺകുട്ടിയായിട്ടാണ് ഇന്ത്യക്കാരനായ ഓദർ കഥ പറയുന്നത്. അപ്പോൾ പാകിസ്ഥാനിൻ്റെ ആംഗിളിലാണ് ഇന്ത്യനെയും അതുപോലെ തന്നെ മലയാളികളെയും നോക്കിക്കാണുന്നത്. ഈ മലയാളി ഗ്യാങ്ങിന് സമീറ ഇട്ട പേരാണ് മലയാളി മാഫിയ. ഇവരൊരു ഗ്യാങ്ങാണ്. ഇവരെപ്പോഴും മലയാളത്തിലേ പറയും. ഇവരെപ്പോഴും മലയാളത്തിൽ പറഞ്ഞ് ഇങ്ങനെ പൊട്ടിച്ചിരിക്കും. തൊട്ടപ്പുറത്ത് ഭാഷ അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്കും തമാശ കേൾക്കാനും ചിരിക്കാനുമുള്ള അവകാശമുണ്ടെന്ന് മലയാളി ഗ്യാങ് ഒരിക്കലും ഓർക്കാറില്ല. അവരിങ്ങനെ മലയാളത്തിൽ പറഞ്ഞാൽ അവരെന്നെ സ്വയം ഇങ്ങനെ ചിരിക്കും, അല്ല എൻജോയ് ചെയ്യും. ഇനി ആരെങ്കിലും അവരുടെ ടീമിൽ വന്നു കഴിഞ്ഞാൽ മലയാളം പറഞ്ഞാൽ അവരെ ഓടിക്കുകയും ചെയ്യും. മലയാളം അല്ലാണ്ട് വേറൊന്നും പറയൂല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾക്കുള്ളൊരു അടിയാണ്. നമ്മൾ മലയാളികൾക്കുള്ളൊരു സ്വഭാവമാണത്. നാട്ടിൽ ചിലപ്പോൾ ബന്ധശത്രുക്കളായിരിക്കും, പക്ഷേ നമ്മൾ കേരളം കടന്ന് പുറത്തു പോവുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്യാങ് ഫോം ചെയ്യും, മലയാളി ഗ്യാങ് ഫോം ചെയ്യും. എൻ്റെ ലൈഫിലും ഞാൻ ജോലി കിട്ടി ആദ്യം കേരളത്തിന് പുറത്ത് പോയപ്പം ഞാൻ ഇതേപോലെ ഒരു മലയാളി ഗ്യാങ്ങിലുണ്ടായിരുന്നു. ഈ ഓദർ പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളായിരുന്നു. പക്ഷേ ഓവർ ദ ടൈം ഞാൻ മനസ്സിലാക്കിയ വലിയൊരു സത്യമുണ്ട്. എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ, മലയാളികളല്ലാത്ത ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയപ്പം ഞാൻ മനസ്സിലാക്കിയ സത്യം, ഒരു ഗ്യാങ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ പല നല്ല സൗഹൃദങ്ങളിലേക്കുള്ള വാതിൽ നമ്മൾ കൊട്ടിയടക്കുകയാണ്. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത് മലയാളികൾക്ക് മാത്രമേ നമ്മളുടെ വേവ് ലെങ്ത് ഉണ്ടാവൂ അല്ലെങ്കിൽ മലയാളികൾക്ക് മാത്രമേ നമ്മൾ മനസ്സിലാവൂ എന്നുള്ളത്. മനുഷ്യൻ്റെ ഇമോഷൻസ് എല്ലാം സെയിമാണ്. നമ്മളുടെ അതേ വേവ് ലെങ്ത്തിലുള്ള നല്ല നല്ല സുഹൃത്തുക്കളെ നമ്മൾക്ക് പല ദേശത്തു നിന്നും നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഗ്യാങ് ഫോം ചെയ്ത് നിങ്ങളുടെ എത്രയോ നല്ല സൗഹൃദങ്ങളിലേക്കുള്ള വഴികൾ നിങ്ങൾ കൊട്ടിയടക്കരുത്. എപ്പോഴും ഓർക്കുക, മലയാളി സുഹൃത്തുക്കൾ വേണ്ട എന്നല്ല, മലയാളി സുഹൃത്തുക്കളോടൊപ്പം തന്നെ നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നും അതുപോലെ തന്നെ അന്യ രാജ്യത്തു നിന്നും സുഹൃത്തുക്കളെ ഉണ്ടാക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഈ ഒരു പുസ്തകത്തിൽ കരീം ചാച്ച എന്നൊരു ക്യാരക്ടറുണ്ട്. കരീം ചാച്ചേൻ്റെ ഒരുപാട് ഫിലോസഫി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു യുഗത്തിൽ ഈ കരീം ചാച്ചയ്ക്ക് 4 പെൺകുട്ടികളാണ്, 2 ആൺകുട്ടികളാണ്. കരീം ചാച്ച ആൺകുട്ടികളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് തൻ്റെ 4 പെൺകുട്ടികളെ സ്നേഹിക്കുന്നത്. ഇതെന്തുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, കരീം ചാച്ച ഒരു പാകിസ്ഥാൻകാരനാണ്. പാകിസ്ഥാനികൾക്കിടയിലും നമ്മളെ ഇന്ത്യക്കാരെ പോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേർതിരിച്ച് കാണുന്ന ഒരു സ്വഭാവമുണ്ട്. പക്ഷേ കരീം ചാച്ച അങ്ങനെയല്ല. കരീം ചാച്ച പെൺകുട്ടികൾ വലിയൊരു വരമാണ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കരീം ചാച്ച തൻ്റെ പെൺകുട്ടികളോട് പറയാറുള്ളത്, നിങ്ങൾ പ്രേമിക്കണം എന്ന് തന്നെയാണ് കരീം ചാച്ച പെൺകുട്ടികളോട് പറയാറുള്ളത്. പക്ഷേ ആദ്യം കാണുന്ന സുന്ദരനായ ഒരു പുരുഷനെ പ്രേമിച്ച് മണ്ടിയാവരുത് എന്ന് കരീം ചാച്ച തൻ്റെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ നല്ലൊരു പുരുഷൻ വരുന്നവരെ നിങ്ങൾ ക്ഷമ കാണിക്കണം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും എല്ലാ മാതാപിതാക്കളും പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്, ആദ്യം കാണുന്ന സുന്ദരനെയല്ല നമ്മൾ പ്രണയിക്കേണ്ടത്. അതേപോലെ കരീം ചാച്ച പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് സ്നേഹിക്കുന്നവരല്ല പെൺകുട്ടികൾ പ്രണയിക്കേണ്ടത്. അതായത് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിൽ അവിടെ സ്വാർത്ഥതയുണ്ടാവും. സ്വാർത്ഥതയൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സംശയമൊക്കെ വരും. അപ്പം സ്നേഹത്തിനേക്കാൾ ഉപരി നമ്മളെ ബഹുമാനിക്കുന്ന ഒരാളെ വേണം നമ്മൾ കല്യാണം കഴിക്കാൻ എന്നാണ് കരീം ചാച്ച പറയുന്നത്. ഒരു കണക്കിന് സത്യമാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. സ്നേഹത്തിനേക്കാളും ഉപരി നമ്മളെ ബഹുമാനിക്കുന്ന ഒരാളെ വേണം, അത് ആണായാലും പെണ്ണായാലും, നമ്മൾ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ലൈഫ് പാർട്ട്ണറായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ?
അപ്പം സമീറയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അലിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പുസ്തകം വായിക്കണം. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ചിന്തകൾ പങ്കുവെച്ചതുപോലെ ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്കുണ്ടായ ചിന്തകൾ നിങ്ങൾ താഴെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു പുസ്തകം വായിച്ചത് കൊണ്ടല്ല നിങ്ങൾ വലിയ ആളാവുക. ഒരു പുസ്തകം വായിച്ച് അതിലൂടെ ചിന്തിച്ച് ചിന്തയിലൂടെ നിങ്ങൾ വളരുക. പിന്നെ ഈ ബുക്ക് ശരിക്കും ആദ്യ സമീറ പർവീൺ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നുവെന്നും ആ പെൺകുട്ടിയുടെ ആത്മകഥ നമ്മുടെ ബെന്യാമിൻ സ്വതന്ത്രമായിട്ടുള്ളൊരു പരിഭാഷ നടത്തിയതാണെന്നും എന്നൊക്കെയാണ് ഈ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമീറ പർവീൺ എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നും അതേപോലെ സമീറ പർവീൺ എഴുതിയ സ്പ്രിംഗ് വിത്തൗട്ട് സ്മെൽ എന്നൊരു പുസ്തകം ശരിക്കും ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അടുത്ത നോവൽ, അതായത് അൽ അറേബ്യൻ നോവൽ ഫാക്ടറിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ബുക്ക് വായിച്ചതിന് ശേഷം നിങ്ങൾ ആ ബുക്ക് വായിക്കണം. അപ്പം അതിൻ്റെ ഡിസ്കഷൻ കാണാൻ താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ.